സ്തോത്രം. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വളരെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ദൈവത്തിൻ്റെ വചനവുമായിട്ട് നിൽക്കുവാൻ ദൈവം എനിക്ക് ആയുസ്സും ആരോഗ്യം തന്നതിനെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തുതിക്കുന്നു. അല്പനേരത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാൻ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യം നമുക്ക് വായിച്ചു നോക്കാം. അനന്തരം യേശു അവനെ ദൈവാലയത്തിൽ വെച്ച് കണ്ട് അവനോട്, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, അധികം തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യരുത് എന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. വളരെ ഗൗരവമേറിയൊരു കാര്യമാണ് കർത്താവായ യേശു ക്രിസ്തു സൗഖ്യം കൊടുത്ത ഒരു മനുഷ്യനോട് പറഞ്ഞു ഓർപ്പിക്കുന്ന ഒരു കാര്യം. 38 സംവത്സരം രോഗമായി കിടന്നിരുന്ന ഒരു മനുഷ്യന് അവൻ ആവശ്യപ്പെടാതെ തന്നെ കർത്താവ് അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് അവന് സൗഖ്യം കൊടുത്തു. അവനോട് പറഞ്ഞത് കിടക്കെടുത്ത് നടക്കാനാണ് പറഞ്ഞ് അവൻ അക്ഷരപ്രകാരം അനുസരിച്ചു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന് വലിയൊരു ഭാരം. അവൻ മടങ്ങി വരികയോ നന്ദി പറയുകയോ ഒന്നും ചെയ്തില്ല. അവനൊരു വലിയ ഉത്തരവാദിത്വം ഏൽപ്പിക്കാൻ യേശു ആഗ്രഹിച്ച് അവനെ തിരഞ്ഞു പോകുന്നതായിട്ടാണ് കാണുന്നത്. ദേവാലയത്തിൽ വെച്ച് അവനെ കണ്ടിട്ട് അവനോട് പറഞ്ഞു, നോക്കൂ, നിനക്ക് സൗഖ്യമായല്ലോ, നല്ല കാര്യമാണ്. ദൈവം നിന്നോട് കരുണ കാണിച്ചു, ദൈവം നിന്നെ സഹായിച്ചു. നിൻ്റെ ഈ കിടപ്പ് കണ്ടിട്ട് മനസ്സലിഞ്ഞ് നിനക്കൊരു പുതിയ ജീവിതം ദൈവം നിനക്ക് തരികയാണ്. പക്ഷെ ഒരു കാര്യം നീ ഓർക്കണം, നിനക്കിപ്പോൾ സൗഖ്യമായി. ഈ സൗഖ്യമായതുകൊണ്ട് ഒരു വലിയൊരു അപകട സാധ്യതയുണ്ട്. ഇനിയും നിനക്ക് പഴയതിലേക്ക് പോകാനുള്ളൊരു സാഹചര്യമുണ്ട്. കാരണം നിനക്ക് ശരിയായ മാനസാന്തരം കിട്ടിയിട്ടില്ല. നീ ഒരു അത്യാവശ്യക്കാരനായി പാപക്ഷമയ്ക്ക് വേണ്ടി ദൈവത്തോട് അപേക്ഷിച്ചിട്ടില്ല. നിൻ്റെ ആയിരിക്കുന്ന അവസ്ഥ, നിൻ്റെ ആത്മാവിൻ്റെ ബന്ധനം വലുതാണ്. അതിൻ്റെ കൂടെ നിനക്ക് സൗഖ്യം കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നീ അധികം തിന്മയായത് പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് എന്ന് ദൈവം കണ്ടിട്ട് അവനോട് പറയുക, ഇനി നിനക്ക് അധികം തിന്മയായത് ഭവിക്കാതിരിക്കാൻ പാപം ചെയ്യരുത്. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശു ക്രിസ്തുവിടെ പാപത്തെക്കുറിച്ചാണ് ഗൗരവമായിട്ട് പറയുന്നത്. പാപത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവായ പിശാചാണെന്ന് ദൈവത്തിന് അറിയാം. മനുഷ്യർക്കത് മനസ്സിലാകുകയില്ല. ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് പാപം ഒരു ഗൗരവമുള്ളൊരു വിഷയമല്ല. പാപം ചെയ്യുന്ന ഒരു ഗൗരവമുള്ള വിഷയമല്ല. അത് ദൈവത്തെ ദുഃഖിപ്പിക്കുന്നതാണെന്നോ, ദൈവം വേദനിക്കുന്നതാണെന്നോ, ആത്മാവിന് ക്ഷതം പറ്റുന്നതാണെന്നോ, നിത്യമായ നാശത്തിലേക്ക് പോകുന്നതാണെന്നോ ആരും ചിന്തിക്കുന്നില്ല. പാപത്തെ വളരെ ലഘുവായി കാണുന്നു. പക്ഷേ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സൗഖ്യം ലഭിച്ച മനുഷ്യനോട് ദൈവത്തിനൊരു കടപ്പാടുണ്ട്. നിനക്ക് സൗഖ്യം ലഭിച്ചു, അതുകൊണ്ട് നീ ഏറെ തിന്മയിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് അനേകർ അങ്ങനെയാണ്. ഒരു പ്രശ്നം വരുമ്പോൾ ദൈവത്തെ വിളിക്കും, കഷ്ടത വരുമ്പോൾ ദൈവത്തെ വിളിക്കും, പ്രയാസം വരുമ്പോൾ ദൈവത്തെ വിളിക്കും. ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ വേണ്ടി ദൈവത്തോട് വലിയ അഭയാചന കഴിക്കും, പ്രാർത്ഥന കഴിക്കും, എല്ലാം ചെയ്യും. പക്ഷേ ആ സംഭവം മാറിക്കിട്ടിക്കഴിയുമ്പോൾ, അത് അനുകൂലമായ കാര്യം വരുമ്പോൾ, ദൈവം ഒരു പക്ഷേ പ്രാർത്ഥന കേട്ടിട്ട് അവൻ്റെ ഹിതപ്രകാരം അവൻ അനുഗ്രഹം കൊടുത്തു കഴിയുമ്പോൾ അവൻ പിന്നെയും പഴയതുപോലെ തന്നെ ജീവിക്കുന്നു. പ്രിയപ്പെട്ടവർ, ഇവിടെയാണ് ആത്മീയരായ നമുക്കുള്ള ഏറ്റവും ഗൗരവമായ കാര്യം. ദൈവം അവനെ സഹായിച്ചു, ശരിയാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, ദൈവത്തിന് മനുഷ്യ ഹൃദയത്തിൻ്റെ പുറമേ നിന്നുകൊണ്ട് മനുഷ്യനെ സഹായിക്കാൻ പറ്റും, മനുഷ്യൻ്റെ അകത്തിരുന്നുകൊണ്ടും മനുഷ്യനെ സഹായിക്കാൻ പറ്റും. ഇത് രണ്ടും രണ്ടാണ്. പുറമേ ഇരുന്ന് ദൈവം സഹായിക്കുന്ന കാര്യം, മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ, അവൻ്റെ സങ്കടം കണ്ടവനോട് മനസ്സലിഞ്ഞ് അങ്ങനെങ്കിലും ഒരു ദൈവം ഉണ്ടെന്ന് അറിയട്ടെ, അവന് ദൈവത്തെ ഒന്ന് മനസ്സിലാക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സൗജന്യമായിട്ട് അവൻ ആഗ്രഹിക്കുന്നതൊക്കെ ചിലപ്പോൾ കൊടുക്കുന്നിരിക്കും. പക്ഷെ അവനറിയണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എൻ്റെ സൃഷ്ടാവായ ദൈവമാണെന്ന്. ഇന്ന് അനേകരത് മനസ്സിലാക്കുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, അധികം തിന്മയായി നിനക്ക് ഭവിക്കാനുള്ള സാധ്യത ഞാൻ മുൻകൂട്ടി കാണുകയാണ്. കാരണം നിനക്ക് മാനസാന്തരമില്ല. നിൻ്റെ ബന്ധനം അഴിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നില്ല. നിൻ്റെ ബന്ധനം നിന്നെ നിത്യ നരകാഗ്നിയിലേക്ക് കൊണ്ടുപോവുകയാണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നില്ല. ഈ സൗഖ്യത്തോടുകൂടി നീ നിത്യമായ നാശത്തിലേക്ക് പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട്. സൗഖ്യം കിട്ടിയത് നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമാണെന്ന് നിനക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ്. നിനക്ക് അനേക ബന്ധനങ്ങൾ ഉള്ളത് നിനക്ക് കാണിച്ചു തരികയാണ്. സ്വർഗമുണ്ടോ? അറിയാൻ പാടില്ല. ഈ ഭൂമി ജീവിക്കുമ്പോൾ സുഖമായി ജീവിക്കണം. ഞാൻ ചിന്തിച്ചു, എൻ്റെ 22 വയസ്സിന് മുമ്പുള്ള കാലത്തെ ചിന്താഗതി ഇത് തന്നെയായിരുന്നു. സന്തോഷിക്കണം, സുഖിക്കണം, എല്ലാ രീതിയിലും യൗവനകാലം അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഞാൻ അവരെ കുറ്റം പറയുകയല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവർ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്നേഹം അറിയുന്നില്ല. സ്വർഗത്തിൻ്റെ കാര്യപരിപാടി ഓരോ വ്യക്തിയെക്കുറിച്ചും അവർ തിരിച്ചറിയുന്നില്ല. നരകതുല്യമായ ജീവിതം നയിക്കേണ്ട, ശരിയാണ്, യൗവനകാലം അടിച്ചു പൊളിച്ച് ജീവിക്കാം, എല്ലാ സൗകര്യമുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല.
എന്നാൽ കുറെ കൂടെ കഴിയുമ്പോഴത്തേക്ക് ജീവിതത്തിൻ്റെ പരിവരുത്ത യാഥാർത്ഥ്യങ്ങളിലേക്ക് കടക്കുമ്പോൾ നാം വിഷമിക്കുമ്പോൾ ഒരു കച്ചിത്തരം പോലും നമുക്ക് കിട്ടുകയില്ല. നമ്മൾ ആശ്രയിക്കുന്നവരെല്ലാം തകർന്ന് തരിപ്പണമായി പോകും. എന്നാൽ അവിടെ നമുക്ക് പിടിക്കാൻ ഒരാളുണ്ട്, ഒരു ഇളകാത്ത പാറയുണ്ട്. അതാണ് കർത്താവായ യേശു ക്രിസ്തു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഞാൻ ചിന്തിക്കണം, ഞാൻ എത്ര ഭാഗ്യവാനാണ്. യൗവനകാലത്ത് ഈ കർത്താവിൻ്റെ വചനം കേൾക്കുവാനും ദൈവശബ്ദം കേൾക്കുവാനും ആ ശബ്ദത്തിന് മനസ്സോടെയാണെങ്കിലും കാര്യത്തിൻ്റെ ഗൗരവം അറിയാതെയാണെങ്കിലും ഒന്ന് വിധേയപ്പെടാനും വിനയപ്പെടാനും ഈ യേശുക്രിസ്തു ഒരു യാഥാർത്ഥ്യമാണ്. ഇന്നല്ലെങ്കിൽ നാളെ ഇവൻ്റെ മുമ്പിൽ ഞാൻ മുട്ടുമടക്കേണ്ടതാണെന്നുള്ള ബോധ്യം വന്നപ്പോൾ ഞാൻ എൻ്റെ ജീവിതം കർത്താവിന് കൊടുത്തു. എല്ലാം ശരിയാകുന്നല്ല, ഒന്നും മനസ്സിലായിട്ടിരുന്നില്ല. എൻ്റെ ഹൃദയം കൊടുത്തു എന്ന് പറഞ്ഞ് എൻ്റെ സ്വാതന്ത്ര്യം ഞാൻ കൊടുത്തു, എൻ്റെ ഇഷ്ടം ഞാൻ കൊടുത്തു, എൻ്റെ ആഗ്രഹം ഞാൻ അവനോട് പറഞ്ഞു, കർത്താവേ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ എൻ്റെ ബന്ധനം വലുതാണ്, എനിക്ക് എന്നെക്കൊണ്ട് കഴിയത്തില്ല, ഞാൻ ശ്രമിച്ച് നോക്കിയിട്ടുള്ളതാണ്. അവിടെയാണ് കർത്താവിൻ്റെ കൃപ ഇറങ്ങുന്നത്. മകനെ, നീ ശ്രമിച്ചാൽ സാധിക്കയില്ല, പക്ഷെ ഞാൻ നിനക്ക് കൃപ തരും, നിൻ്റെ ബന്ധനം ഞാൻ അഴിച്ചു തരും, നിൻ്റെ ആസക്തികൾ ഞാൻ മാറ്റിത്തരും. നീ ഇപ്പോൾ വിഷമിക്കുന്ന പല പാപവും എനിക്കറിയാം, അതിൻ്റെ വലിയ ദുരാത്മാവ് നിന്നെ ഗ്രസിച്ചിരിക്കുന്നതുകൊണ്ടാണ് ആ പാപത്തിൽ നിന്ന് നിനക്ക് മോചനം പ്രാപിക്കാൻ കഴിയാത്തത്. ആ ദുരാത്മാക്കളെ ഞാൻ ആട്ടിപ്പുറത്താക്കും, ഞാൻ അവിടെ വന്ന് വാസം ചെയ്യും. ഇതെനിക്ക് വലിയൊരു അത്ഭുതമായിരുന്നു. എങ്ങനെ പാപത്തിനുമേ ജയിക്കാൻ പറ്റും? എങ്ങനെ മനുഷ്യൻ ഇങ്ങനെ ദൈവത്തിൻ്റെ വചനമനുസരിച്ച് ജീവിക്കാൻ പറ്റും? എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. കർത്താവിനോട് വ്യക്തമായിട്ട് പറഞ്ഞു, മകനെ, ഞാൻ നിൻ്റെ ഹൃദയത്തിലേക്ക് വരും, പക്ഷെ നീ എനിക്ക് അനുവാദം തരണം, നിൻ്റെ ജീവിതം എനിക്ക് തരണം. നിൻ്റെ ജീവിതം ഇപ്പോൾ നിൻ്റേതല്ല, പിശാചിൻ്റേതാണ്. അവൻ എങ്ങനെയെങ്കിലും അവകാശം പറയാനകത്ത് കയറിക്കൂടി. പാരമ്പര്യത്തിൻ്റെ ശാപമായിരിക്കാം, യൗവനകാലത്തെ നിൻ്റെ പാപത്തുള്ള ആസക്തിയായിരിക്കാം, ശത്രു ശരിക്കും നിന്നെ ഗ്രസിച്ചിരിക്കുകയാണ്, ബന്ധിച്ചിരിക്കുകയാണ്, വലിയൊരു നുകം നിൻ്റെ കഴുത്തിലുണ്ട്, നിനക്ക് അനങ്ങാൻ പറ്റില്ല, നീ എത്ര വിചാരിച്ചാലും സാധിക്കയില്ല. ഞാൻ നിന്നെ തേടി വന്നതാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേകരുടെ അടുത്തേക്ക് യേശു വന്നതുകൊണ്ട്, അനേകരുടെ യേശുവിൻ്റെ അടുത്തേക്ക് ചെന്നതുകൊണ്ടും അവരുടെ ബന്ധനം അഴിച്ചു കൊടുത്തത് ഞാൻ കേട്ടിട്ടുണ്ട്. ഈ കാലഘട്ടത്തിൽ അത് തന്നെയാണ് സംഭവിക്കുന്നത്. യേശു ക്രിസ്തു അടുത്ത് വരുന്നു, ഞാൻ അങ്ങോട്ട് ചെന്നിട്ടില്ല. എൻ്റെ ബന്ധനം അറിഞ്ഞ്, എൻ്റെ അവസ്ഥയറിഞ്ഞ്, എൻ്റെ ഭാവിയിൽ എനിക്ക് വരാൻ പോകുന്ന വലിയ കെടുതി കണ്ട് എൻ്റെ ദൈവം എന്നോട് മനസ്സലിഞ്ഞ് എൻ്റെ ബന്ധനം എനിക്ക് അവൻ കാണിച്ചു തന്നു. എനിക്കറിയാം എൻ്റെ ബന്ധനം എന്താണെന്ന് എനിക്കറിയാം. ആഴത്തിലുള്ള ബന്ധനം എനിക്കറിയാമല്ലോ, എല്ലാവർക്കും അറിയത്തില്ലേ? മകനെ, നിനക്കതിന് പരിഹാരമുണ്ട്. ഞാൻ അതിനാണ് വന്നത്. ഞാൻ നിനക്ക് വേണ്ടിയാണ് ക്രൂശിൽ പിടഞ്ഞു വരിച്ചത്. നിൻ്റെ ബന്ധനം അഴിക്കാനാണ് ഞാൻ പിടഞ്ഞു വരിച്ചത്. നിൻ്റെ ബന്ധനം അഴിക്കാനാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. നിനക്ക് സ്വാതന്ത്ര്യം തരാനാണ് ഞാൻ ക്രൂശിലേക്ക് കയറിയത്. പിതാവിൻ്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ ക്രൂശിലേക്ക് എൻ്റെ ജീവൻ കളഞ്ഞത് നിന്നെ രക്ഷിക്കാനാണ്, നിനക്ക് സ്വർഗരാജ്യം തരാനാണ്, സമാധാനമുള്ള ജീവിതം നിനക്കിവിടെ തരാനാണ്, നീ ആർത്തുപാടി സ്തുതിക്കുന്ന ഒരു മനുഷ്യനായി തീരാനാണ്. അല്ല, എൻ്റെ വചനവുമായി നിനക്ക് നിൽക്കാനുള്ള ജീവിത വിശുദ്ധി ഞാൻ നിനക്ക് തരും. അത്ഭുതമായി പോയി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ സത്യം അവനെയും പേരും അറിയുന്നില്ല. എന്തിനാണ് നമ്മൾ ഈ വചന ശുശ്രൂഷ നടത്തുന്നത്? ഈ വലിയ പരമസത്യം വിളിച്ചറിയിക്കാനാണ്. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമായ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു, അധികം പേർക്കും വേണ്ട. അതല്ലേ വചനം പറയുന്നു, വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യൻ്റെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. എല്ലാവരും ന്യായവിധിയിലേക്ക് പോവുകയാണ്. കാരണം അവർക്ക് വെളിച്ചം വേണ്ട, അവർക്ക് ക്രിസ്തു വേണ്ട, ക്രിസ്തുവിൻ്റെ വചനം വേണ്ട, ക്രിസ്തുവിൻ്റെ കൃപ വേണ്ട. അവർക്ക് ലോകപ്രകാരമുള്ള അനുഗ്രഹം ദൈവം കൊടുത്താൽ മതി, ബാക്കി അവരെ ജീവിതത്തെ തൊടാൻ ക്രിസ്തുവിനെ സമ്മതിക്കില്ല. എൻ്റെ ദൈവത്തിൻ്റെ സ്തോത്രം. നമുക്ക് വീണ്ടും നോക്കിയാൽ ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ വ്യക്തമായി ജീവനുള്ള ദൈവം ആദാമിനോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, നീ നന്മ തിന്മകളുടെ അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം നീ തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. എന്നാൽ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നീ മരിക്കും. തിന്നുന്ന നാളിൽ നീ മരിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ സമയമൊന്നുമില്ല. നീ എപ്പോൾ തിന്നുന്നോ അത് പ്രവൃത്തിയായിട്ട് വരുന്നോ ആ പ്രവൃത്തി ചെയ്യുന്ന സമയത്ത് തന്നെ നീ മരിക്കും. ഒന്നുകൂടെ പറഞ്ഞാൽ, അവൻ ആ തിന്നുന്നതിന് മുമ്പ് തന്നെ അവൻ്റെ ഉള്ളിൽ ദുരാത്മാവ് കയറി കഴിഞ്ഞു. ദൈവത്തിൻ്റെ ആലോചനയ്ക്ക് ഘടകവിരുദ്ധമായിട്ടുള്ള ഒരു ആലോചന അവൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ തന്നെ അവനിൽ പിശാച് കയറിക്കഴിഞ്ഞു. പക്ഷെ അവനത് മനസ്സിലാക്കണമെങ്കിൽ, അവൻ പാപം ചെയ്തു എന്ന് ബോധ്യം വരണമെങ്കിൽ ആ പഴം തിന്നുന്ന സമയത്താണ് അവനത് മനസ്സിലാകുന്നത്. ദൈവത്തിന് സ്തോത്രം. അവിടെയും വളരെ ഗൗരവമായി പറയുകയാണ്, നീ മരിക്കും, നിൻ്റെ ആത്മാവ് മരിക്കും, ഞാൻ നീയുടെ ബന്ധം നഷ്ടപ്പെടും, നിൻ്റെ സമാധാനം നഷ്ടപ്പെടും,
നിനക്ക് ഏദൻ തോട്ടത്തിൻ്റെ അവകാശം നഷ്ടപ്പെടും. നീ ഒന്നുമില്ലാത്തവനായി, വരണ്ടവനായി, നിരാശയുള്ളവനായി, ഈ സന്തോഷമില്ലാത്തവനായി നീ സങ്കടത്തോടെ ഏദൻ തോട്ടം വിട്ട് പോകേണ്ടി വരും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവനത് ഗൗരവമായിട്ട് കണ്ടോ? ഇന്ന് അനേകർ അങ്ങനെയാണ് പ്രിയരെ. ദൈവവചനത്തിന് ഗൗരവം കൊടുക്കില്ല. ദൈവവചനത്തിന് അതനുസരിക്കാതിരുന്നുള്ള ഭവിഷ്യത്ത് എന്താണെന്ന് മനസ്സിലാക്കുകയില്ല. ദൈവത്തിൻ്റെ സ്നേഹമാണിതെന്ന് അവർക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുകയല്ല. എനിക്ക് എത്രയോ വർഷങ്ങളെടുത്തു എനിക്കിതൊന്ന് മനസ്സിലാകാൻ. ഈ കാര്യത്തിൻ്റെ പുറമേയുള്ള കാര്യം മാത്രമേ ഞാൻ മനസ്സിലാക്കുള്ളൂ. ഇതിൻ്റെ ആഴം എനിക്ക് മനസ്സിലാക്കിയിരുന്നില്ല. നാളുകൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവസ്നേഹത്തിൻ്റെ ആഴം എന്താണെന്ന്. എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ വീട്ടിലുള്ളവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ട്, എൻ്റെ ബന്ധനം വലുതായതുകൊണ്ട്, നരകം എന്നെ നോക്കി മാടി വിളിക്കുന്നത് കൊണ്ട്, എൻ്റെ മേൽ സാത്താൻ അവകാശം പറഞ്ഞ് നിൽക്കുന്നത് കണ്ട് എന്നോട് കരുണ തോന്നി, എന്നോട് മനസ്സലിഞ്ഞ് എൻ്റെ ദൈവം എന്നെ എവിടെയൊപ്പാൻ ഇറങ്ങി വന്നത്. എത്രയോ മനോഹരമായൊരു കാര്യമാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇന്ന് ബന്ധനങ്ങൾ അഴിഞ്ഞ് സമാധാനത്തോടെ ജീവിക്കുമ്പോൾ ആ സന്തോഷം ഞാൻ അനുഭവിക്കുന്നു. അന്നത്തെ കാലവും ഇന്നത്തെ കാലവും എൻ്റെ ദൈവത്തിന് സ്തോത്രം. യേശുക്രിസ്തു ജീവിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് വിലയുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്നുണ്ട്. ഒരു മനുഷ്യനത് ഇറങ്ങുന്നുണ്ട്. സ്തോത്രം. എൻ്റെ ദൈവത്തിന് മനുഷ്യനെ കോളമേറി കൊള്ളിക്കുന്നുണ്ട്. മനുഷ്യന് നാവിൽ സ്തുതി കൊണ്ടുണ്ട്. മനുഷ്യന് ഏകാഗ്രത കൊടുക്കുന്നുണ്ട്. മനുഷ്യന് പ്രാർത്ഥിക്കാനുള്ള കൃപ കൊടുക്കുന്നുണ്ട്. മനുഷ്യന് യേശുക്രിസ്തുവിനെ കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവനെ സ്നേഹിക്കാൻ വലിയൊരു ഭാഗ്യം ലഭിച്ചു. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, റോമർക്കെതിരായ 6-ാം അധ്യായത്തിൻ്റെ 23-ാമത്തെ വാക്യത്തിൽ നമുക്ക് വ്യക്തമായിട്ട് അപ്പോസ്തലൻ പറയുന്നുണ്ട്, പാപത്തിൻ്റെ ശമ്പളം മരണമത്രേ. പാപം ചെയ്താൽ നമുക്ക് കിട്ടുന്ന പ്രതിഫലം ആത്മാവിൻ്റെ മരണമാണ്. ദൈവത്തിന് സ്തോത്രം. പാപം വന്നാൽ നിത്യജീവനാണ് നഷ്ടപ്പെടുന്നത്. യുഗങ്ങൾ എണ്ണാൻ കഴിയാത്ത സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം മനുഷ്യൻ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അവനിലുള്ള ദൈവസ്നേഹം മാറിപ്പോവുകയാണ് ചെയ്യുന്നത്. അവന് സാത്താനോടുള്ള സ്നേഹം കൂടുകയാണ് ചെയ്യുന്നത്. അവൻ നരകത്തിലേക്ക് തന്നെത്താൻ ഇറങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത്. ദൈവം അവന് കൊടുത്തിരിക്കുന്ന സ്വർഗരാജ്യം അവൻ നഷ്ടപ്പെടുത്തുകയാണ്. അവന് മാത്രമല്ല, അവൻ്റെ സന്തതി പരമ്പരകൾക്കും. വചനം പറയുന്നു, കർത്താവായ യേശുക്രിസ്തു നീ വിശ്വസിക്കുക, എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. കുടുംബത്തിൻ്റെ രക്ഷയാണ് എൻ്റെ അശ്രദ്ധ കൊണ്ട്, എൻ്റെ പാപം കൊണ്ട് ഞാൻ നഷ്ടപ്പെടുത്തി കളയുന്നത്. നമുക്കറിയാം, ദൈവത്തിന് സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായത്തിനകത്ത് അവിടെ സക്കായിയോട് കർത്താവ് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇന്നു മുതൽ ഈ കുടുംബത്തിൻ്റെ രക്ഷ വന്നു. കാര്യം സക്കായി അല്ലാതെ വേറെ ആരെക്കുറിച്ചും അവിടെ മെൻഷൻ ചെയ്യുന്നില്ല, ആരെക്കുറിച്ചും പരാമർശിക്കുന്നില്ല. എന്നാൽ സക്കായിയുടെ മാനസാന്തരം നിസ്സാരമല്ല. അവൻ അബ്രഹാമിൻ്റെ സന്തതി എന്നുള്ള പേരിലേക്ക് അവൻ കടന്നു വരികയാണ്. എന്നിട്ട് പറയാണ്, ഇന്ന് മുതൽ ഈ ഭവനത്തിൻ്റെ രക്ഷ വന്നു. നിസ്സാരമാണോ? ഞാൻ പലപ്പോഴും പഴയ കാലത്ത് കുറേ നാൾ മുമ്പ് എനിക്ക് നിരാശ വന്ന കാലഘട്ടത്തിൽ, പാപവിനെ അതിക്രമിച്ച കാലത്തിൽ, പാപത്തിന്മേൽ ജയമില്ല നടന്നൊരു കാലത്ത്, ഞാൻ പിന്മാറ്റത്തിൻ്റെ ആ ഒരു അംശം വന്നപ്പോൾ എൻ്റെ ഉള്ളിൽ വന്ന ബോധ്യം അതാണ്, എനിക്കൊരു കുടുംബമുണ്ട്, എനിക്ക് സഹോദരി സഹോദരന്മാരുണ്ട്. അവരൊന്നും ഇപ്പം ദൈവത്തെ അറിയുന്നവരല്ല. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കരയാനും ആരുണ്ട്? എന്നെ വിളിച്ചതിന് പിന്നിലുള്ള ഉദ്ദേശം അതാണ്, വേറൊന്നുമല്ല. എൻ്റെ നന്മ കൊണ്ടല്ല. എൻ്റെ കുടുംബത്തെ ദൈവം കാണുന്നുണ്ട്. എൻ്റെ ഭാര്യയും മക്കളെയും കാണുന്നുണ്ട്. എൻ്റെ മാനസാന്തരമില്ലാത്ത സഹോദരി സഹോദരന്മാരെ കാണുന്നുണ്ട്. അവർക്ക് വേണ്ടി നിലവിളിക്കാൻ ആരുണ്ട്? അവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ ആരുണ്ട്? അവർക്ക് വേണ്ടി ഒന്ന് കേണപേക്ഷിക്കാൻ ആരുണ്ട്? അവരുടെ ആത്മാവിന് വേണ്ടി ഇടിവിൽ നിൽക്കാൻ ആരുണ്ട്? സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കാര്യപരിപാടി വലുതാണ്, നിസ്സാരമൊന്നുമല്ല. അതാണ് നമ്മളെല്ലാം പാപം ചെയ്യുമ്പോൾ കളഞ്ഞു കുളിക്കുന്നത്. സ്വർഗത്തിൻ്റെ കാര്യപരിപാടി നമ്മൾ തകർക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ഇഷ്ടം കൊണ്ട്, നമ്മുടെ താല്പര്യം കൊണ്ട്, പാപത്തോടുള്ള ആസക്തി കൊണ്ട് നമ്മൾ സ്വർഗത്തിൻ്റെ കാര്യപാടിക്ക് തുരങ്കം വെക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകരുത്. ദൈവത്തിൻ്റെ കാര്യപരിപാടിയെ തകർക്കാൻ നമ്മളാരും നിൽക്കരുത്. ദൈവത്തിന് സ്തോത്രം. പാപത്തിൻ്റെ ശമ്പളം മരണമാണ്. 1 യോഹന്നാൻ 3:6 നമുക്ക് നോക്കാം. പാപം ചെയ്യുന്നവനാരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. എന്നെ ഏറ്റവും അധികം പേടിപ്പിച്ചൊരു കാര്യം ഇതാണ്. പാപം ചെയ്യുന്ന ഒരു മനുഷ്യൻ അവന് യേശുവിനെ കണ്ടിട്ടില്ല, ദൈവത്തെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവർ, എത്ര ക്ലിയറായിട്ടാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. പാപം ഒരു മനുഷ്യൻ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അവൻ്റെ ഉള്ളിൽ പാപത്തിന് പ്രേരണ തരുന്ന പിശാചുള്ളത് കൊണ്ടാണ്. ആ പിശാചുള്ളൊരു മനുഷ്യൻ എങ്ങനെ ദൈവത്തെ അറിയും? എങ്ങനെ ദൈവസ്നേഹം മനസ്സിലാക്കും? എങ്ങനെ ദൈവത്തിൻ്റെ ക്രൂശിലേക്ക് അവൻ നോക്കും? എങ്ങനെ യേശു അവൻ എന്ത് ചെയ്യുന്നു അവൻ തിരിച്ചറിയാൻ പറ്റും? എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് ഗൗരവമേറിയ കാര്യമാണ്. ദൈവത്തിന് സ്തോത്രം. പാപം ചെയ്യുന്നവനാരും അവനെ കണ്ടിട്ടില്ല, അവനെ അറിഞ്ഞിട്ടുമില്ല. അധികം തിന്മ വരുമെന്ന് പറഞ്ഞതിൻ്റെ കാരണം എന്താണ്?
നമുക്ക് മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 43 നമുക്കൊന്ന് വായിച്ചു നോക്കാം. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എന്നാൽ പോലും. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ട് പുറപ്പെട്ട ശേഷം നീരില്ലാത്ത സ്ഥലങ്ങളിൽ കൂടി തണുപ്പ് അന്വേഷിച്ചുകൊണ്ട് സഞ്ചരിക്കുന്നു. കണ്ടെത്തുന്നില്ലാതാനും ഞാൻ പുറപ്പെട്ടു പോന്ന എൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുമെന്ന് അവൻ പറയുന്നു. ഉടനെ വന്ന് അത് ഒഴിഞ്ഞതും അടിച്ചുവാരി അലങ്കരിച്ചതുമായി കാണുന്നു. പിന്നെ അവൻ പുറപ്പെട്ട് തന്നിലും ദുഷ്ടതയേറിയ വേറെ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവരും അവിടെ കയറി പാർക്കുന്നു. ആ മനുഷ്യൻ്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിലും വല്ലാതെയാകും. മുമ്പിലത്തേലും വല്ലാതെയാകും. ആത്മാവിൻ്റെ അവസ്ഥ പണ്ടുണ്ടായിരുന്നതിനേക്കാളും വല്ലാതെയാകും. ഒരു ദുരാത്മാവ് ഉണ്ടായിരുന്ന ആ ഹൃദയത്തിൽ ഇപ്പോൾ ദുഷ്ടതയേറിയ 7 കൂടെ കയറി വന്ന് 8 കയറി അവൻ്റെ സ്ഥിതി പഴയതിനേക്കാൾ വല്ലാതെയായിത്തീരും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിക്കുകയാണ്, അത് ശരിയോ തെറ്റോന്ന് എനിക്കറിയാൻ പാടില്ല. മനുഷ്യൻ പ്രായം കൂടുന്തോറും മാനസാന്തരപ്പെടാനുള്ള സാധ്യത വളരെ കുറയുകയാണ്. അവൻ്റെ നീതീകരണം കൊണ്ടും അവൻ്റെ പരീശത്വം കൊണ്ടും അവൻ പാപത്തിൽ തഴമ്പിച്ചതുകൊണ്ടും അവന് പിന്നെ മാനസാന്തരപ്പെടാൻ വളരെ പ്രയാസമാണ്. ദൈവത്തിന് സ്തോത്രം. അവൻ അറിയാതെ തന്നെ 1 സ്ഥാനത്ത് 8 ഭൂതങ്ങൾ കയറിക്കൂടി അവനെ നിരീശ്വരവാദിയാക്കുവാനും അവിശ്വാസിയാക്കുവാനും ദൈവസ്നേഹത്തെ ചോദ്യം ചെയ്യുവാനും എൻ്റെ ദൈവത്തിന് സ്തോത്രം എതിരായി നിൽക്കുവാനുള്ള മനോഭാവന് കടന്നു വരുന്നു. മനുഷ്യന് അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ഒരിക്കലും അവനെ വെളിച്ചം കിട്ടി, ഒരു വചനസൂക്ഷയിൽ അത് സംബന്ധിച്ചപ്പോഴായിരിക്കാം. ഒരു വെളിച്ചം കിട്ടി, യേശുക്രിസ്തു ഉണ്ടെന്ന് മനസ്സിലായി, യേശുക്രിസ്തു നല്ലവനാണെന്ന് മനസ്സിലായി, പ്രാർത്ഥിച്ചാൽ കേൾക്കുന്ന ദൈവമാണെന്ന് മനസ്സിലായി. ഒരു കൃപ ഒരുപക്ഷെ വ്യാപരിച്ചിട്ടുണ്ടായിരിക്കാം, ദുരാത്മാക്കൾ മാറിപ്പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ അതിന് ഗൗരവം കൊടുക്കാതെ, വീണ്ടും ഇരുന്ന് തന്നെത്താൻ ചിന്തിക്കാതെ, ഹൃദയത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ, ബന്ധനങ്ങൾ അഴിക്കുന്ന ക്രിസ്തുവിൻ്റെ ക്രൂശിൻ ചൂട്ടിലേക്ക് ചെല്ലാതെ, ക്രിസ്തുവിൻ്റെ വചനപ്രകാരം ജീവിക്കാൻ തീരുമാനമെടുക്കാതെ, വചനം എന്തു പറയുന്നു, ഇനിയുള്ള മുന്നോട്ട് പോകാൻ എങ്ങനെയാണ്, എൻ്റെ ദൈവത്തിന് സ്തോത്രം, ഇതൊന്നും ഹോംവർക്ക് ചെയ്യാതെ വീണ്ടും പഴയ പോലെ ജീവിക്കുമ്പോൾ ലഭിച്ച ദൈവസ്നേഹം നഷ്ടപ്പെടുത്തുന്നു. 1 സ്ഥാനത്ത് 8 അവൻ്റെ ആത്മാവിൻ്റെ സ്ഥിതി പഴയതിനേക്കാൾ വഷളായിത്തീരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ആര് വിചാരിച്ചാലും ഇതിനെ മാനസാന്തരപ്പെടുത്താൻ പറ്റുകയില്ല. എത്ര വചനം കേട്ടാലും ഹൃദയം തകരുകയില്ല. ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് മാറിപ്പോയേക്കാനുള്ള സാധ്യത പോലും ഉണ്ട്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയരെ, ഗൗരവമുള്ളവരായിരിക്കും. ലഭിച്ച കാലം നഷ്ടപ്പെടുത്തി കളയരുത്. പുസ്തകം പറയുന്നുണ്ട്, എനിക്ക് ലഭിച്ച കൃപ ഞാൻ വ്യർത്ഥമാക്കി കളഞ്ഞില്ല. ഒരു ദൈവകൃപ എല്ലാവരും വ്യാപരിക്കുന്നുണ്ട്. ഒരു ദൈവസ്നേഹം വ്യാപരിക്കുന്നുണ്ട്. മാനസാന്തരത്തിലേക്കുള്ള കൃപ വ്യാപരിക്കുന്നുണ്ട്. ഒരു അനുതാപം കിട്ടുന്നുണ്ട്. സ്തോത്രം. ഒരു തീരുമാനം വരുന്നുണ്ട്. പക്ഷേ അതിന് വില കൊടുക്കുന്നില്ല. സ്തോത്രം. എനിക്ക് ആഴത്തിലേക്ക് ഇറങ്ങണം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇനിയും എൻ്റെ ഹൃദയം ശുദ്ധീകരിക്കണം. എൻ്റെ ദൈവം എന്നെ നോക്കി കരയാൻ ഇട വരുത്തരുത്. പാപം എന്നിൽ ജീവിക്കാൻ ഞാൻ സമ്മതിക്കുകയില്ല. ചില കടുത്ത തീരുമാനം വന്നേ പറ്റുള്ളൂ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിലേക്ക് നോക്കിയാൽ അറിയാം. ന്യായാധിപന്മാരുടെ പുസ്തകത്തിലെ 16-ാം അധ്യായത്തിൽ ഒരു ശിംശോനെ നമ്മൾ കാണുന്നുണ്ട്. അവൻ നാസീറാണ്. അവൻ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ്. അവൻ ജന്മനാ തന്നെ ദൈവത്തിന് വേണ്ടി വേർതിരിക്കപ്പെട്ടവനാണ്. ഫെലിസ്തരയിൽ നിന്ന് രക്ഷിക്കാൻ ദൈവം കണ്ടതാണ്. ദൈവത്തിന് വലിയ പ്രതീക്ഷയുള്ള മനുഷ്യനാണ്. പക്ഷേ അവൻ്റെ പിന്നത്തെ ജീവിതം കണ്ടപ്പോൾ ഒരിക്കൽ അവൻ ഫെലിസ്തീ കന്യകയെ കല്യാണം കഴിച്ചു. പിന്നീട് എൻ്റെ ദൈവത്തിന് സ്തോത്രം, പിന്നീട് എന്താ പറ്റുമെന്നറിയാമോ? അവൻ വേശ്യയുടെ അടുക്കൽ പോയി. 16-ാം അധ്യായത്തിലുണ്ട്. പിന്നെ ദലീല എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ മടിയിൽ പോയി കിടന്നു. അതൊക്കെ ശരിയാണ്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. അവൻ്റെ സ്ഥിതി എല്ലാവർക്കും അറിയാമല്ലോ. കണ്ണ് രണ്ടും പൊട്ടി ദാഗോൻ്റെ ക്ഷേത്രത്തിലെ മാവ് പിടിക്കുന്ന ജോലിയിലേക്ക് പോയി. ഒരു ദൈവവേദനയിലെ അധപ്പതനമാണ്. സൂക്ഷിക്കാത്തത് കൊണ്ട് എനിക്കിങ്ങനെ ബലഹീനതയുണ്ട്. അത് സാരമില്ല, അത് കർത്താവ് അതൊക്കെ ക്ഷമിച്ചോളും, അല്ലെ കർത്താവ് അത് കുഴപ്പമില്ലെന്ന് കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. നാസീർ ഉദതസ്ഥൻ. അവൻ മൂടി മുറിച്ചില്ല, ശരിയാണ്. പക്ഷേ അവൻ്റെ ഹൃദയത്തിൻ്റെ അശുദ്ധിയിൽ അവൻ തൊട്ടില്ല. അത് വളരാൻ അവൻ സമ്മതിച്ചു. ശത്രു അതിൽ കൂടെ കയറി. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എല്ലാ രീതിയിലും എവിടൊക്കെയാണ് ശത്രു അവകാശം പറയുന്നുണ്ട് കണ്ടുകൊണ്ട്, മനുഷ്യൻ്റെ ബലഹീനതയിൽ ശത്രു കയറുമെന്ന് മനസ്സിലായിക്കൊണ്ട് ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയിൽ അലമുറയിട്ട് കരഞ്ഞാൽ ബലഹീനത മാറിക്കിട്ടും. ഈ ശിംശോന് പറ്റിയ അബദ്ധം നമുക്ക് ആർക്കും പറ്റരുത്. സ്തോത്രം. ലോത്ത് അബ്രഹാമിൻ്റെ കൂടെ ഇറങ്ങിത്തിരിച്ചവനാണ്. അവന് ദൈവവിളി കിട്ടിയില്ല. പക്ഷേ അബ്രഹാമിൻ്റെ കൂടെ ആളുകൾ നടന്നു. അബ്രഹാമിൻ്റെ കൂടെ ആളുകൾ നടന്നിട്ട് അവൻ എന്ത് കിട്ടി? അബ്രഹാമിൻ്റെ കൂടെ നടന്നപ്പോൾ അബ്രഹാമിൻ്റെ ദൈവത്തെ കണ്ടില്ല, അബ്രഹാമിൻ്റെ ആടുമാടുകളെ അവൻ കണ്ടു. ഇത് അനേകർക്ക് പറ്റുന്നൊരു കെടുതിയാണ്. ദൈവമക്കളുടെ ഉയർച്ചയിലാണ് ചിലരുടെ കണ്ണ്. അവരുടെ ആത്മീയത്തിലേക്കല്ല പോകുന്നത്,
അബ്രഹാം നേരിട്ട് വിളിക്കുന്ന ദൈവം, അബ്രഹാം ആരാധിക്കുന്ന ദൈവം, അബ്രഹാം ദീർഘനേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവം, അബ്രഹാം ഇരുന്ന് കരയുന്ന ആ അബ്രഹാമിനെ അല്ല ലോത്ത് കാണുന്നത്. ലോത്ത് കാണുന്നത് അബ്രഹാമിൻ്റെ ആടുമാടുകളെയാണ് കാണുന്നത്. എന്തു പറ്റി? അബ്രഹാമിനെ വിട്ടിട്ട് സോദോം ഗൊമോറയിലേക്ക് പോയി. അധികം തിന്മ എല്ലാവർക്കും അറിയാമല്ലോ പ്രിയരെ. തീയും ഗന്ധവും വീണ് സോദോം ഗൊമോറ നശിച്ചു പോയി. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പ്രിയരെ, നമുക്കെല്ലാവർക്കും അറിയാം യൂദയുടെ കാര്യം. കർത്താവിനോട് 3.5 കൊല്ലം നടന്നില്ലേ? എന്തെങ്കിലും കിട്ടിയോ? കർത്താവിൻ്റെ എന്തെങ്കിലും കിട്ടിയോ? എന്നെ ഏറ്റവും പേടിപ്പിച്ചൊരു കാര്യമാണ്. കൂട്ടായ്മ കൂടി നടക്കാം, പാട്ട് പാടാം, സാക്ഷ്യം പറയാം, വനശുശ്രൂഷ ചെയ്യാം. ഞാൻ പേടിക്കുന്നതാണ് പ്രിയരെ. എന്നാൽ ജീവനുള്ള കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരല്പം പോലും ആത്മാവിൻ്റെ മേൽ കയറിയില്ല. അങ്ങനത്തെ ഒരവസ്ഥയുണ്ട്. ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ പ്രിയരെ, പിന്മാറ്റത്തിൽ കഴിയുന്നവർക്ക് കഠിനമേറിയ ശിക്ഷ വരുമെന്ന് എബ്രായ ലേഖനം 10-ാം അധ്യായത്തിലും 6-ാം അധ്യായത്തിലും വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. ആ കഠിനമേറിയ ശിക്ഷാവധി വരുമെന്ന്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങളെന്ന് മനസ്സിലാക്കുക. നമുക്ക് ദൈവത്തിൻ്റെ സ്നേഹം ആവലോടെ ലഭിച്ചവരാണ്. ദൈവത്തിൻ്റെ ആത്മാവ് താഴോട്ട് ഇറങ്ങി വരുന്ന സ്ഥലത്ത് നമ്മൾ ഇരിക്കുന്നവരാണ്. നമുക്ക് പാപബോധം കുറ്റബോധം എന്താണെന്ന് അറിയാം. എല്ലാം നമുക്കറിയാം. സ്തോത്രം. എന്നാൽ നമ്മൾ ഒരു ഇഞ്ച് മുന്നോട്ട് പോകുമോ? ഈ ദൈവത്തെ കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുമോ? നമ്മൾ കാത്തിരിക്കുമോ? ദൈവസ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുമോ? പാപബോധം കുറ്റബോധത്തിൻ്റെ ആത്മാവിനെ പ്രാപിക്കാൻ നമ്മൾ കാത്തിരിക്കുമോ? ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു കാത്തിരിപ്പ് അത്യാവശ്യമാണ്. നമ്മുടെ പാപം കണ്ടുപിടിച്ച് പാപശത്രു എവിടെല്ലാം ഒളിഞ്ഞിരിക്കുന്നു മനസ്സിലാക്കി അതിനോടെല്ലാം യാത്ര പറഞ്ഞ് കർത്താവിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അങ്ങനെയുള്ളവർക്കാണ് സ്വർഗ്ഗത്തിൻ്റെ സകല അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവനാമം മാത്രം മഹത്വപ്പെടുവാനിടയാകട്ടെ.